ഹലോ നമസ്കാരം. ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒരു ബീഫ് മക്ലൂബയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 6 മിനിറ്റും കൊണ്ട് 6 തരത്തിലുള്ള കറി ഉണ്ടാക്കാനൊക്കെ ആക്കാനൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബീഫ് വാങ്ങിച്ചു. അതിനെ കുക്കറിൽ വിട്ട് കുറച്ച് കുരുമുളക്, ഏലം, ജാതിക്ക, ഉപ്പ്. കാക്കയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് കാക്ക അധികം പൊടികൾ ഉപയോഗിക്കലില്ല. ഇതെല്ലാം ഇട്ടിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ. നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ആഷിദും ഉണ്ടായിരുന്നു. ബീഫ് ഏകദേശം വെന്ത് ഏകദേശം ലെവലായിട്ടുണ്ട്. നമ്മൾ ആ ബീഫിലെ വെള്ളം ഒരിക്കലും കളയരുത്. ആ വെന്ത വെള്ളം നമ്മൾ മാറ്റി വെക്കണം. അത് റൈസിക്ക് വേണം. എന്താണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കുതിർത്ത അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, നെയ്യ്, നമ്മുടെ പച്ചമുളക് ഇതെല്ലാം വെച്ച് നമ്മുടെ ആ നേരത്തെ എടുത്ത ആ ബീഫിലെ വെള്ളവും ആ കുതിർത്ത അരിയും കൂടി അതിലോട്ടിട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ആ ബീഫിൻ്റെ കുതിർത്ത ആ ബീഫിൻ്റെ വെള്ളം കൂടി ഇതിൻ്റെ അത് വരുമ്പോൾ നല്ല രസമായിരിക്കും. എന്താണെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്സിക്കൻ നമ്മൾ അരിഞ്ഞ് വെച്ച് റെഡ്, മഞ്ഞ, സിലേറി ലീഫ്, ക്യാരറ്റ്, നമ്മുടെ അനാറ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സ്വീറ്റ് കോണ്, നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്, മല്ലിയില, നമ്മുടെ ഓറഞ്ചിൻ്റെ ഇല, പുതിന, ഇതെല്ലാം നമ്മുടെ ഈ റൈസിലോട്ടൊന്നിട്ടിട്ട് മിക്സ് ചെയ്യട്ടെ. നമുക്ക് കിട്ടാവുന്ന മാക്സിമം താരങ്ങളൊക്കെ അതിൽ എടുക്കുക. കേടില്ലാത്ത സാധനങ്ങൾ. നമ്മുടെ ആഷിദ് വെറുതെ ഇങ്ങനെ നിന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്നിട്ട് നിന്നിട്ട് അപ്പോൾ അവനക്കൊരു പണി കൊടുക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തക്കാളിയിൽ 2 ചട്നിയാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. തക്കാളി ശത്തി വന്ന് തൈര് സലവ എന്നിട്ട് 2 ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കാക്കയുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്. അപ്പോൾ ആ ബീഫിൻ്റെ മുകളിലോട്ട് നമ്മൾ കാക്ക നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചോറൊക്കെ വെച്ച് അവിടെ കൊണ്ടുപോയി നല്ല റൂമിൽ കൊണ്ടുപോയി നോക്കി. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ കൊട്ടണം. അപ്പോൾ നമ്മൾ ആ അടിയിലുള്ള നമ്മുടെ ആ ബീഫിൻ്റെ മസാലകളൊക്കെ ഇങ്ങനെ ചോറിക്ക് ഇങ്ങനെ നെഞ്ഞിങ്ങനെ ഇറങ്ങും. നോക്കി അത് കാണുമ്പോഴേക്കും തന്നെ ഉണ്ടാവും സൂപ്പറാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഇന്ന് എല്ലാവരും വട്ടളഞ്ഞിരുന്ന് ഇങ്ങനെ കുടുംബപരമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും 3 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അധികമുള്ളതുകൊണ്ട് ഞങ്ങളിന്ന് പ്ലേറ്റിലോട്ട് മാറ്റി നമ്മുടെ 2 തരത്തിലുള്ള തൈര്, ശത്തിയും സൽവയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് ഇന്നത്തെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ്. നല്ല